സ്ത്രീകളോട് വലിയ ക്രൂരത കാണിച്ചു ഇസ്ലാം എന്നാണ് ചിലരൊക്കെ പുരപ്പുറത്ത് കയറി കൂവുന്നത്. ഇസ്ലാം വിളിക്കുന്നു, സ്ത്രീകളെ സുരക്ഷ വേണോ? ഖുർആനിലേക്ക് മടങ്ങിക്കോ. സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് ഖുർആൻ വിളിച്ചു പറയാണ്, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ട നിയമങ്ങൾ ഇവിടെയാണ്, ഇതിൽ അതിന് വിരുദ്ധമാണ് എന്ന് പറയുന്നവർ നിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് വലിയ രൂപത്തിലുള്ള ആദരവാണ് ഇസ്ലാം നൽകിയത്. അതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന് പുരുഷ ശരീരത്തെ അപേക്ഷിച്ച് അതിൻ്റെ ഹോർമോണുകളിലാണെങ്കിലും രൂപഭാവങ്ങളിലാണെങ്കിലും ആകർഷണീയതയിലാണെങ്കിലും അതിൻ്റെതായ നേർമ്മയിലാണെങ്കിലുമൊക്കെ പ്രകൃത്യാ ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബോഡി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചില ഭാഗങ്ങളൊക്കെ ചിലരിൽ നിന്ന് മറച്ചു വെച്ച് നിങ്ങൾ ജീവിക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്ക് ഉണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു പറിക്കാൻ ആളുകൾ വരും, ഇല്ലെങ്കിൽ നിങ്ങളെ ബലാത്സംഗം ചെയ്യാനും നിങ്ങളെ കയറി പിടിക്കാനുമൊക്കെ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ അലങ്കാരങ്ങൾ നിങ്ങൾക്ക് വിഹിതമായി അനുവദിക്കപ്പെട്ടു തരുന്ന ഭർത്താവിൻ്റെ മുമ്പിലല്ലാതെ നിങ്ങൾ വെളിവാക്കുവാൻ പാടില്ല. അതുകൊണ്ട് സ്ത്രീ സമൂഹത്തിന് പർദ ഇസ്ലാം നിർബന്ധമാക്കിയത്. പർദ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വേഷത്തെയല്ല ഞാൻ പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിൻ്റെ നിമ്നോന്നതികൾ അന്യപുരുഷന് കണ്ട് ആസ്വദിക്കാനാവാത്ത നിലക്ക് മറച്ചുകൊണ്ടുള്ള ഒരു വസ്ത്രധാരണ രീതി, അത് സ്ത്രീക്ക് അവഹേളനമല്ല, അവൾക്ക് അഭിമാനമാണ്, അവൾക്ക് ആദരവാണ്. പെണ്ണിനെ അപമാനിക്കാനല്ല പർദ, പെണ്ണിനെ അവഹേളിക്കാനല്ല പർദ, അവളെ ആദരിക്കാനാണ്, അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിന്റെ വിളിയാളം നോക്കൂ. യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരോട്, അങ്ങയുടെ പെൺമക്കളോട്, അല്ലാവ നിസായിൽ മുഅ്മിനീൻ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും സ്ത്രീകളോട് പറഞ്ഞേക്കൂ നബിയേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മേൽവസ്ത്രങ്ങൾ അവർ മാറിലൂടെ താഴ്ത്തിയിടട്ടെ എന്നിങ്ങനെ വിശദമായി അതിൻ്റെ തുടർന്നുള്ള വചനങ്ങളിലും പറയുന്നുണ്ട്. അവരുടെ അലങ്കാരങ്ങൾ പുറത്തേക്ക് കേൾക്കുന്ന നിലക്ക് കാലുകൾ കൊണ്ട് പാദസരത്തിൻ്റെ കിലുക്കം പോലും കൊട്ടി പുറത്ത് കാണിച്ച് നിങ്ങൾ ആക്രമിക്കപ്പെടുന്നവരവസ്ഥയിലേക്ക് അന്യപുരുഷന്മാരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വിധത്തിൽ നിങ്ങൾ നടന്നു പോകരുത്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും തേൻ പുരട്ടി സംസാരിക്കാതിരിക്കാൻ നോക്കണം. എല്ലാവരും ഒരേ തരക്കാരാവില്ല. നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ആ സംസാരത്തിൽ ചില മാനസിക രോഗമുള്ള പുരുഷന്മാർക്ക് ചില ദുഷിച്ച വാസനകൾ, ചില ദുഷിച്ച ചിന്തകൾ മുളപൊട്ടുവാൻ കാരണമായേക്കുന്ന വിധത്തിൽ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് നിങ്ങൾ അന്യപുരുഷന്മാരോട് സംസാരിക്കരുതേ. അത് നിങ്ങളുടെ പാരതന്ത്ര്യമല്ല, നിങ്ങളിൽ അവരുടെ ഒരു കാമനോട്ടം വരാതിരിക്കാനാണ്. അതേ അവസരത്തിൽ നല്ല വാക്കുകൾ നിങ്ങൾ പറയുകയും വേണം. ഇതൊക്കെ സ്ത്രീകളോട് പറഞ്ഞതെന്തിനാ? അവരുടേതായ സുരക്ഷിതത്വത്തിന് വേണ്ടി തന്നെയാണ്. ഒരന്യപുരുഷനും ഒരന്യ സ്ത്രീയും ഒരിടത്തും തനിച്ചാവാൻ പാടില്ല. ഒരന്യപുരുഷനും ഒരന്യ സ്ത്രീയെ വഴിവിട്ട നിലക്കുള്ള നോട്ടം നോക്കാൻ പാടില്ല. കാരണം അനാവശ്യമായ നോട്ടം കണ്ണിൻ്റെ വ്യഭിചാരമാണ്. അനാവശ്യമായ സംസാരം നാവിൻ്റെ വ്യഭിചാരമാണ്. അനാവശ്യമായ കാര്യങ്ങൾ കേൾക്കൽ, അശ്ലീലതകൾ കേട്ട് ആസ്വദിക്കൽ ചെവിയുടെ വ്യഭിചാരമാണ്. എത്രയെത്ര നിയമങ്ങളായി ഇസ്ലാം പഠിപ്പിച്ചത്. കണ്ണുകൾ നിങ്ങൾ താഴ്ത്തണം, പുരുഷനോടും പറഞ്ഞു, സ്ത്രീയോടും പറഞ്ഞു. ഇതൊക്കെ എന്തിനാ? ആ സ്ത്രീകൾ സമൂഹത്തിൽ മാന്യകളാണെന്നറിയപ്പെടാനാണ്. വലായുദൈൻ, അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാനുമാണ്. അടിവരയിട്ടോ, അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാനാണ് ഈ നിയമങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ. ഇവര് പറയുന്നു പെണ്ണിനെ പീഡിപ്പിക്കാണ്, പർദ്ദ നിർബന്ധാക്കിയിട്ട് പെണ്ണിനെ പീഡിപ്പിക്കാണ്. അള്ള വിളിച്ചു പറയുന്നു പെണ്ണിനെ പീഡിപ്പിക്കാനല്ല, പെണ്ണിനെ പീഡിപ്പിക്കാതിരിക്കാനാണ്.
അതുകൊണ്ടല്ലേ സിനിമാ നടീ നടന്മാർക്ക് പോലും തോന്നിയ കാലമാണ്. എത്രയെത്ര വാർത്തകൾ പുറത്തേക്ക് വന്നു. ലോകത്ത് മീ ടു എന്ന് പറഞ്ഞൊരു ക്യാമ്പയിന് പോലും സിനിമാ നടിമാര് നടത്തി. മീ ടു. എന്നെയും ആക്രമിച്ചിട്ടുണ്ട്, എനിക്കും പറയാനുണ്ട്. എന്നെയും ആ നടൻ ആക്രമിച്ചിട്ടുണ്ട്, എന്നെയും ആ പ്രൊഡ്യൂസർ ആക്രമിച്ചിട്ടുണ്ട്, എന്നെയും ആ സംവിധായകൻ ആക്രമിച്ചിട്ടുണ്ട്, എന്നെയും ആ സഹനടൻ പീഡിപ്പിച്ചിട്ടുണ്ട്. ഞാനുമുണ്ടത് പറയാൻ എന്നിങ്ങനെ പറഞ്ഞ് മീ ടു ക്യാമ്പയിൻ ആരംഭിച്ചു. നിയമങ്ങൾ കൊണ്ടുവന്നു. ഒരുപാട് ആളുകളുടെ പേരിൽ കേസുകൾ ഉണ്ടായി. എവിടുന്നാ നോക്കണം? ചെളിക്കുണ്ടിൽ നിന്നാണ് നാറ്റത്തിന്റെ കംപ്ലൈന്റ് വരുന്നത്. ഇറങ്ങി നിൽക്കുന്നത് ചെളിക്കുണ്ടിൽ. ആ ചെളിക്കുണ്ട് എന്ന് പറയുന്നത് മാലിന്യത്തിന്റെ ചെളിക്കുണ്ടാണ്. അതിലിറങ്ങി നിൽക്കുന്നവന് പോലും സഹിക്കാഞ്ഞിട്ടവൻ മൂക്കുപൊത്തിയിട്ട് പറയുന്നു നാറ്റം നാറ്റം. ആകെ ആക്രമിക്കാനും പീഡിപ്പിക്കാനും ആവശ്യമായ വേഷവും ഡാൻസും കെട്ടിപ്പിടിക്കലും ഉമ്മവക്കലും ഒക്കെ നടത്തുന്ന മേഖലയിൽ നിന്നിട്ടാ പറയണത് സഹിക്കാൻ പറ്റണില്ല. അതാ ഖുർആൻ വിളിക്കുന്നത്, പെണ്ണേ അടങ്ങി ഒതുങ്ങി നിന്നോ, നിന്റെ സുരക്ഷക്കാണ് ഈ പറയുന്നത്. അപ്പൊ വിളിച്ചു പറഞ്ഞു, പെണ്ണിനെ പർദ്ദക്കുള്ളിൽ പൊതിഞ്ഞു. കാട്ടാള നിയമമാണ് മുഹമ്മദിൻ്റെത്, ക്രൂരമായ നിയമമാണ് മുഹമ്മദിൻ്റെത്. പെണ്ണിനെ 4 ചുമരുകൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്, അടുക്കളയിലെ പുഴുവാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ആണിന് കൊടുക്കുന്നതിൻ്റെ പകുതിയെ പെണ്ണിന് കൊടുക്കൂ. നേരത്തെ ഇവിടെ ഇക്ബാൽ ഇവിടെ നമ്മുടെ സഹോദരൻ സൂചിപ്പിച്ചില്ലേ, ഷുക്കൂർ സാഹിബ് സൂചിപ്പിച്ചില്ലേ ഒരു വീഡിയോ ചെയ്തതിനെ സംബന്ധിച്ച്. നമ്മുടെ ഡൽഹിയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നൊരു താത്ത വണ്ടി കയറി. എന്തിനാ വണ്ടി കയറിയതെന്നോ? ഞാൻ ഡൽഹിയിൽ പാർലമെന്റിന്റെ മുമ്പിൽ കിടന്ന് മരിക്കും. എന്തിനാ ഞാൻ മരിക്കുന്നത്? ഈ രാജ്യത്തുള്ള 9 കോടി മുസ്ലിം സ്ത്രീകൾക്കും ഇനി ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്ന മുഴുവൻ മുസ്ലിം പെൺകുട്ടികൾക്കും നീതി കിട്ടാൻ വേണ്ടി ഞാൻ പാർലമെന്റിന്റെ മുമ്പിൽ ജീവൻ വെടിയും. ജീവനൊന്നും വെടിഞ്ഞില്ല താത്ത, നാട്ടിൽ തന്നെ വണ്ടി കയറി. നിയമമൊന്നും മാറിയില്ല. എന്താ പ്രശ്നം എന്നറിയോ? ഇസ്ലാം വളരെ ക്രൂരമായ നിയമമാണ്. ആണിൻ്റെ പകുതിയെ പെണ്ണിന് കൊടുക്കുന്നുള്ളൂ. ഇതിനേക്കാൾ വലിയ അനീതി എന്താ വേണ്ടത്? ഇതല്ലേ വലിയ നീതിയുടെ ഗ്രന്ഥമെന്ന് പറയുന്ന ഖുർആൻ. മാറ്റി എഴുതണം, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ഡൽഹിയിൽ പോയി പാടിയവര് ഏത് ചട്ടങ്ങളാടോ നീ മാറ്റാൻ പറയുന്നത്? തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. ലോകത്തിൻ്റെ മുഴുവൻ നാടിമിടിപ്പുകൾ അറിയുന്ന ത്രികാലജ്ഞാനിയായ ഹക്കീമും ഹമീദുമായ റഹ്മാനായ റബ്ബിറക്കിയ നിയമത്തെ ചോദ്യം ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു? ചില പെണ്ണുങ്ങളൊക്കെ കമന്റ് അടിച്ചു. എന്ത്? താത്ത പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമുണ്ട്, അതൊക്കെ മാറ്റേണ്ട നിയമം തന്നെയാണ്. ഏക സിവിൽ കോഡ് വന്നാൽ പിന്നെ ഞമ്മക്കൊക്കെ ആങ്ങളൊക്കെ കിട്ടണ അത്ര തന്നെ സ്വത്ത് ഞമ്മക്കും കിട്ടും. സിന്ദാബാദ്. അതന്നെ വരട്ടെ. തട്ടമിട്ട പെൺകുട്ടികളുടെ അഭിപ്രായം പറയുന്നു. ഓ മോളെ, നീ ചിന്തിച്ചിട്ടുണ്ടോ? പെണ്ണിനോട് അനീതി കാണിച്ചോ ഇസ്ലാം പെണ്ണിനോട് അനീതി കാണിച്ചോ? ആണിന് കൊടുക്കേണ്ട പകുതിയെ പെണ്ണിന് കൊടുക്കാവൂ എന്ന് ഇസ്ലാം എല്ലായിടത്തും നിയമം പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ പഠിക്കണ്ടേ, ഹദീസ് പഠിക്കണ്ടേ? എല്ലാ നിലക്കും ആണേതാ പെണ്ണേതാ നോക്കിയിട്ടല്ല ഇസ്ലാം സ്വത്തോഹരി വെക്കുന്നത്. മറിച്ചും മരിച്ചുപോയ ആളുടെ സ്വത്ത ഓഹരി വെക്കുന്നത്. അതിനാണ് അനന്തരാവകാശം എന്ന് പറയുന്നത്. ആ അനന്തരാവകാശം ഓഹരി വെക്കുമ്പോൾ മരിച്ചയാളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾക്കാരാരാണ് അത് നോക്കിയിട്ടാണ് കൂടുതലാകലും കുറവലാകലും. അങ്ങനെ കൂടിയാൽ അതിനതിൻ്റെ ന്യായങ്ങളുണ്ട്, കുറഞ്ഞെങ്കിൽ അതിനതിൻ്റെ ന്യായങ്ങളുണ്ട്. ഒരൊറ്റ എക്സാമ്പിൾ പറയട്ടെ. ഒരു വീട്ടിൽ ഞാനും ഉണ്ട്, എൻ്റെ പെങ്ങളും ഉണ്ട്. എൻ്റെ പെങ്ങൾക്ക് പെങ്ങളായി നിൽക്കുമ്പോഴും ചെലവില്ല. ഇനി അവളെ കല്യാണം കഴിച്ച് അളിയൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താലും അവൾക്ക് ചെലവില്ല. ഇനി അവൾ പ്രസവിച്ചൊരു ഉമ്മയായാലും അവൾക്ക് ചെലവില്ല. ഞാൻ എൻ്റെ വീട്ടിൽ അധ്വാനിക്കാനായാൽ ഞാൻ ജോലിക്ക് പോകണം, എൻ്റെ വാപ്പാനെ നോക്കണം, എൻ്റെ ഉമ്മാനെ നോക്കണം, എൻ്റെ പെങ്ങളെ നോക്കണം. ഞാൻ കല്യാണം കഴിച്ചാൽ എൻ്റെ ഭാര്യയെ നോക്കണം. എനിക്ക് മക്കളുണ്ടായാൽ എൻ്റെ മക്കളെ പോറ്റണം. എൻ്റെ വാപ്പയുണ്ടെങ്കിൽ ഉമ്മയുണ്ടെങ്കിൽ അവരെ ഒക്കെ ഞാൻ പോറ്റണം. ആർക്കാ ചെലവ്? ചെലവ് മുഴുവൻ ആണുങ്ങൾക്കാണ്. ആണുങ്ങളോടാ ഇസ്ലാം ചെലവഴിക്കാൻ പറഞ്ഞത്. പെണ്ണുങ്ങൾക്ക് ഒരു ചെലവും ഇസ്ലാം നിർബന്ധാക്കിയിട്ടില്ല. ഒരു ഭർത്താവിൻ്റെ പേരിൽ ഭാര്യയ്ക്ക് കേസ് കൊടുക്കാം. എന്തിൻ്റെ പേരിൽ? ഇയാൾ എനിക്ക് ചെലവിന് തരുന്നില്ല, ഇയാൾ എനിക്ക് നല്ല ഭക്ഷണം തരുന്നില്ല, നല്ല വസ്ത്രം വാങ്ങി തരുന്നില്ല, എനിക്ക് വീടില്ല, എന്നെ പ്രയാസപ്പെടുത്തുന്നു എന്ന് കോടതി കയറാം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് കേസ് കൊടുക്കാൻ പറ്റുമോ? ഭാര്യ വലിയ ധനാഢ്യയാണ്.
4 5 ശമ്പളം പറ്റുന്ന പെണ്ണാണ്, കോടീശ്വരിയുടെ മകളാണ്, ഭർത്താവ് കഷ്ടപ്പെടുന്നുണ്ട്. ഭാര്യയോട് വല്ലതും ചോദിച്ചിട്ട് കിട്ടിയെങ്കിൽ അനുഭവിക്കാനല്ലാതെ ആ ഭാര്യ ഇയാൾക്ക് വല്ലതും കൊടുക്കൽ റൈറ്റ് ഉണ്ടോ? കൊടുത്തില്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ കേസ് കൊടുക്കാൻ ഇയാൾക്ക് അവകാശമുണ്ടോ? ഇല്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ആണിനും പെണ്ണിനും സ്വത്ത് കൊടുക്കുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഒരു കാരണം പ്രകൃത്യായുള്ള കാരണമാണെങ്കിൽ മറ്റൊന്ന് വബിമാം ഫഖൂ മിൻ അംവാലിഹിം, അവരുടെ ധനങ്ങളിൽ നിന്ന് അവരാണ് ചെലവാക്കേണ്ടത്. നിങ്ങൾക്ക് ചെലവിന് കിട്ടുകയാണ്, നിങ്ങൾ ചെലവാക്കണ്ട. അപ്പൊ പിന്നെ ആണിന് കിട്ടുന്നതിൻ്റെ പകുതിയെങ്കിലും പെണ്ണിന് കിട്ടുമ്പോൾ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നതൊക്കെ പോക്കറ്റ് മണിയാണ്, ഗിഫ്റ്റാണ്, എല്ലാം വരവാണ്, ചെലവ് തീരെ ഇല്ല. ഖുർആൻ അനീതി കാണിച്ചോ? ഖുർആൻ ഇവിടെ അക്രമം കാണിച്ചോ?